പാലുവായ് കാർഗിൽ നഗറിൽ ഓണാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ CPM പ്രവർത്തകനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. കേസിലെ പ്രതിയും സ്ഥിരം കുറ്റവാളിയുമായ റോഷനെതിരെ കാപ്പ നിയമപ്രകാരം നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. തൈക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് പാലുവായ് കാർഗിൽ നഗറിൽ പ്രകടനവും പ്രതിഷേധയോഗവും നടത്തിയത്. കോൺഗ്രസ് പ്രവർത്തകനായ റോയ് നീലങ്കാവലിനെ ഓണാഘോഷ പരിപാടിക്കിടെ CPM പ്രവർത്തകനായ റോഷൻ ആക്രമിച്ചുവെന്നാണ് ആരോപണം. കഴിഞ്ഞ 10 വർഷമായി പാലുവായ് കാർഗിൽ മേഖലയിൽ CPM നേതൃത്വത്തിന്റെ ഒത്താശയോടെ ഗുണ്ടാ പ്രവർത്തനങ്ങൾ വളർന്നുവരികയാണെന്നും ഭരണം മാറിയിട്ടും ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇവർക്കു വേണ്ടി ഒത്താശ ചെയ്യുന്ന സാഹചര്യമാണുള്ളതെന്നും കോൺഗ്രസ് ആരോപിച്ചു. പ്രതിഷേധയോഗം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. തൈക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് BV ജോയ് അധ്യക്ഷനായി. DCC സെക്രട്ടറി AT സ്റ്റീഫൻ, പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി, പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ, സേവാദൾ ജില്ലാ ചെയർമാൻ PD റെപ്പായി, കൌൺസിലർമാരായ ജോയ് ചെറിയാൻ, ജലീൽ പണിക്കവീട്ടിൽ, MV ബിജു, മഹറൂഫ് എന്നിവർ സംസാരിച്ചു. ഒത്താശയോടെ ഇവിടെ പ്രവർത്തനം നടത്തിയിരുന്ന ഗുണ്ടാ സംഘം ആ തിരുവോണ നാളിന്റെ ആഘോഷത്തിന്റെ മറവിൽ പൊതുജനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചും അതുപോലെ തന്നെ സ്ത്രീകളെ ശല്യം ചെയ്തുകൊണ്ട് ഇവിടെ വികാര നൃത്തം നടത്തിയപ്പോൾ കോൺഗ്രസിന്റെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി റോയ് അത് ചോദ്യം ചെയ്തു. റോയ് അത് ചോദ്യം ചെയ്തതിന്റെ മറവിൽ രാത്രിയായപ്പോൾ ഇരുട്ട് പറന്നപ്പോൾ പകൽ വെളിച്ചത്തിൽ ധൈര്യമില്ലാത്ത CPMന്റെ ഗുണ്ടകൾ ഇരുട്ടിന്റെ മറവിൽ റോയിയെ അതിദാരുണമായി മർദ്ദിച്ചിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത CPMന്റെ ഗുണ്ട എന്ന് പറയുന്നത് മനു എന്ന പേരിൽ അറിയപ്പെടുന്ന CPMന്റെ റോഷൻ എന്ന് പറയുന്ന CPMന്റെ സഖാവാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ചാവക്കാട്ടെ പോലീസ് കാപ്പ ചുമത്തേണ്ട പ്രതിയെ കാപ്പ ചുമത്താതെ CPMന്റെ ചിറകിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആ പ്രതിയെ കാപ്പ ചുമത്തണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഈ രാജ്യത്ത് ഒരു സാമൂഹ്യ ദ്രോഹിയായ ഈ റോഷൻ എന്ന് പറയുന്ന മനു എന്ന് പറയുന്ന റോഷൻ അതൊരു സാമൂഹ്യ ശല്യമാണ്. ഈ കാർഗിലിന്റെ പൊതു ശല്യമാണ്. അയാളെ കാപ്പ ചുമത്തി തുറങ്കലടയ്ക്കുവാൻ ചാവക്കാട് പോലീസ് തയ്യാറായില്ലെങ്കിൽ ചാവക്കാട് പോലീസോട് സൂചിപ്പിക്കുന്നു, ആഭ്യന്തരമന്ത്രി പിണറായി വിജയനല്ല, രമേശ് ചെന്നിത്തലയാണ്. സംസ്ഥാനം ഭരിക്കുന്നത് LDF അല്ല, UDF ആണ്. UDFന്റെ ഭരണത്തിന്റെ ഗുണം ചാവക്കാട്ടെ പോലീസ് തിരിച്ചറിയുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരപരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദം ചെയ്ത് നിർത്തുന്നു. പ്രകടനത്തിനിടെ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. ചാവക്കാട് SI പ്രീത ബാബു സ്ഥലത്തെത്തിയിരുന്നു.